ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സത്യമായിട്ടും ഇങ്ങനൊരു ഇൻട്രോ കൊടുത്ത് ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സാധാരണഗതിയിൽ വെൽക്കം ടു വെറൈറ്റി മീഡിയ എന്ന് കണ്ടല്ലേ ഞാൻ വീഡിയോ ചെയ്യാറ്. ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ എൻ്റെ ചാനലും ആണല്ലോ, അതുകൊണ്ട് കൂടിയാണ്. അപ്പം ഞാൻ ഇങ്ങനൊരു സെറ്റപ്പിൽ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് കാട്ടിൻ്റെ ഉള്ളിലാണെന്നൊന്നും വിചാരിക്കരുത്. ഇതെൻ്റെ വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉണർത്തുന്നത് എല്ലാം ഈ ഒരു ഭാഗത്താണ്. ഈ ബാക്കിൽ കാണുന്ന വലിയൊരു മരം കണ്ടോ, അത് വലിയൊരു പുളിമരമാണ്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു മുത്തശ്ശി പുളിമരമാണത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു കുട്ടി കാലഘട്ടങ്ങളെല്ലാം മനോഹരമാക്കിയത് ഈ ബാക്കിലുള്ളൊരു പുളിമരമായിരുന്നു. അപ്പം ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്, ഇവിടുത്തെ ഒരു സെറ്റപ്പ് കണക്കിലെടുത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഞാൻ വന്ന വീഡിയോ, അതായത് ഞാൻ പറയാൻ വന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ആങ്കറായിരുന്നു. അത് ഏത് അർത്ഥത്തിൽ ചെയ്യുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ ആങ്കറായി അതാണോ, അല്ലെങ്കിൽ എങ്ങനെ ആങ്കറായി എന്നാണോ എന്നറിയില്ല. അടുത്ത് പലരും പേഴ്സണലി ചോദിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിക്കാറുണ്ട്, ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഈ ആങ്കറിങ് ഫീൽഡിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കരിയറിൽ എത്തിപ്പെട്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് തോന്നുന്നു ഇന്നുകൂടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും ഒഴിവുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ. പുള്ളിക്ക് ഇങ്ങനെ പറയുമ്പോൾ ആ പുള്ളി ബിടെക് കഴിഞ്ഞതാണ്, അപ്പം അവൻ്റെ പാഷനാണ്, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ വരെ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് ആരോ, അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ അയച്ചു കൊടുക്കാറുണ്ട്. കാരണം എനിക്കറിയാം, ഞാനും അങ്ങനെയൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്, പലരുടെ അടുത്തും ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ത്രൂ തന്നെയാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പം ചില ആളുകൾ എന്നോട് ചോദിക്കലുണ്ട്, ആങ്കറിങ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യണമെങ്കിൽ എന്താ പഠിക്കേണ്ടതെന്നൊക്കെ. ശരിക്കും അതിൻ്റെതായ ഒരു വശം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ അത്ര അടിപൊളിയായിട്ട് പ്രൊഫഷണലായിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കറിയാം. ഇതിൻ്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ജേർണലിസമാണ്. ഞാൻ ജേർണലിസം അല്ല പഠിച്ചത്. ഞാൻ പഠിച്ചതും ചെയ്യുന്നതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഞാൻ പഠിച്ചത് BCom ആണ്. പക്ഷേ എൻ്റെ ഒരു പാഷൻ കിടക്കുന്നത് ഇതിലാണെന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്നുള്ളത്, ഞാൻ BCom കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് ഞാൻ BCom കഴിഞ്ഞ പാടെ എനിക്ക് പണി കിട്ടി, അതായത് ജോബ് കിട്ടി. ഞാൻ PG ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ എനിക്ക് വർക്ക് സെറ്റായി. അത്യാവശ്യം ആ സമയത്ത് നല്ല സാലറി ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ ഞാൻ വീണുപോയി. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഒരു ലോഞ്ച് സെക്ഷനിലായിരുന്നു വർക്ക്. അപ്പം ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അന്നൊന്നും ഇങ്ങനെ ഞാൻ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആ ഒരു സമയം 1 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞു എല്ലാവരെയും പോലെ ഞാൻ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചു. നല്ലൊരു തിരുമ്പുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ, തിരുമ്പുന്ന അപ്പുറത്ത് നിന്ന് ചേച്ചി, അവിടുന്ന് ചേച്ചി തിരുമ്പുണ്ട്, അതിൻ്റെ സൗണ്ടാണ്. നമുക്ക് ഡിസ്റ്റർബൻസ് ആവുമോ? കുഴപ്പമില്ലല്ലേ, ചിലപ്പോൾ ആവും. കുഴപ്പമില്ല. അപ്പം ഒരിടപ്പോൾ തിരുമ്പരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു വീട്ടിൽ നിന്ന് ഒരു തിരുമ്പുന്നതുകൊണ്ട്. സൗണ്ട് വരുന്നുണ്ടോ? സൗണ്ട് വരും, എനിക്ക് അറിയാതെ. ഈ അടിച്ച് തിരുമ്പാതിരുന്ന് കുത്തി തിരുമ്പിയാൽ മതിയായിരുന്നു അല്ലേ. കുത്തി തിരുമ്പാണെങ്കിൽ ഇത്ര സീനില്ല. ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് പഠിച്ചോ എനിക്ക്. ഞാൻ BCom, അതായത് ഒരു ലോഞ്ച് സെക്ഷനിൽ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു 1 ഇയർ. അതിനുശേഷം ഞാൻ കല്യാണം കഴിക്കുന്നു. ആഫ്റ്റർ മാരേജ് ചിലവരൊക്കെ പറയാറുണ്ട്, അധികം പേരും പറയുന്നൊരു കാര്യമാണ്, ആഫ്റ്റർ മാരേജ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം തീരുകയാണ് അല്ലേ. പിന്നെ ഒരു കുഞ്ഞും കൂടി ഉണ്ടായാൽ പൂർണ്ണമായി കഴിഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കല്യാണം കഴിഞ്ഞു, എനിക്കൊരു കുഞ്ഞുണ്ടായതിന് ശേഷമാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഞാൻ ഒന്നുമല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ഒന്നുമല്ല എന്നൊന്നും പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അച്ചീവ് ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. ചില ആളുകൾ പറയില്ലേ ഇപ്പോഴും ഒന്നുമല്ല എന്ന്. എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്കിപ്പം മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. എൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സും എനിക്ക് വലുതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് കേൾക്കാൻ നിങ്ങളിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ആളുകൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒക്കെ എൻ്റെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതായത് കരിയർ, ഞാൻ പറഞ്ഞല്ലോ, കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ എൻ്റെ മാരേജിനും ആഫ്റ്റർ ഡെലിവറിക്കും ശേഷമായിരുന്നു. അങ്ങനെ കുഞ്ഞൊക്കെ ഉണ്ടായി. കുഞ്ഞിനൊരു 2 വയസ്സൊക്കെ ആയപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാനാണ്. ഞാൻ എത്ര വേണമെങ്കിലും സംസാരിക്കും, ഏത് ആൾക്കാരോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കും. എനിക്ക് ശരിക്കും ഒരു ഏജ് കാറ്റഗറി പോലും ഇല്ല, എല്ലാവരോടും ഞാൻ സംസാരിക്കും. കുഞ്ഞുങ്ങളോടായാലും എൻ്റെ ഏജിലുള്ളവരായാലും, കുറച്ച് മിഡിൽ മീൻസ് ഒരു 10, 15, 20 വയസ്സുള്ളവരോടായാലും, 40, 50, 60, 70 വയസ്സുള്ളവരായാലും ഒക്കെ ഞാൻ സംസാരിക്കും. എനിക്ക് കൂടുതൽ ഇഷ്ടം വയസ്സായ ആൾക്കാരോട് സംസാരിക്കാനാണ്. കുഞ്ഞിലേ ഞാൻ അങ്ങനെയായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പം സംസാരം മാത്രമേ എനിക്ക് അറിയുന്നൊരു കാര്യമുള്ളൂ. അപ്പം അത് വെച്ചിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയും നന്നായിട്ട് സംസാരിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ പലരും ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ കരുതി എനിക്ക് സംസാരിക്കാനൊരു
ഇഷ്ടമാണ്. അപ്പോൾ അതെങ്ങനെ പ്രൊഫഷനാക്കാം, അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അതിൽ നിന്ന് എങ്ങനെ ചോറുന്നാം എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത നീക്കം. അങ്ങനെ ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആങ്കറിങ് ചെയ്യാമെന്ന്. പക്ഷേ ആരുമില്ല. ആക്ച്വലി എനിക്കിങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന് ഒന്നിനെ ഞാൻ കൊന്നു. ഞാനിങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിലേക്ക് വരണമെന്ന്. പക്ഷേ എനിക്ക് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചെടുത്തോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലോ എൻ്റെ വീട്ടിൻ്റെ അടുത്തോ ഒന്നും ഈ ഒരു ഫീൽഡിൽ ആരുമില്ല, എൻ്റെ ഫാമിലിയിൽ ആരുമില്ല. അപ്പം എത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിസ്ക്കായിരുന്നു. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വരുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ആരോടും ഞാൻ ചോദിക്കുക, എനിക്ക് ആരുമില്ല, ആരോടും ചോദിക്കാനില്ല, അറിയുന്ന ആരും ഈ ഒരു ഫീൽഡിലില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, എങ്ങനെ എത്തണമല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിലേക്ക് എത്തണം. ഞാൻ എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ വളരെയധികം നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ പല ആങ്കേഴ്സിനും ഇപ്പം എനിക്ക് നിങ്ങൾ അയക്കുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിരുന്നു. എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പല ആങ്കേഴ്സിനും ഞാൻ മെസ്സേജ് അയച്ചു, പല ചാനലിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഈവൻ ഈ വെറൈറ്റി മീഡിയയിലേക്ക്, ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്ന വെറൈറ്റി മീഡിയയിൽ വരെ ഞാൻ ഒരു സമയത്ത് അവസരം ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് അവർ തന്നില്ല. പുതിയ ആളുകളൊന്നും അവരെടുക്കുന്നില്ല. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയവരെ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണത്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വെറൈറ്റി മീഡിയ എന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് വിളിച്ചു. മാസ് അപ്പം ഞാൻ കുറേ ചാനലിലേക്ക് മെസ്സേജ് അയക്കുന്നു, ആരും റീപ്ലൈ തരുന്നില്ല. അന്നത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു 100-100 300 അത്രേ ഉണ്ടാവുള്ളൂ. ഫാമിലി ഫ്രണ്ട്സ് മാത്രം, ഒരു പ്രൈവറ്റ് അക്കൗണ്ട്, ഒന്നുമില്ല, ഒരു ഫോട്ടോ പോലും ഇല്ല കേട്ടോ, ഒരു പ്രൊഫൈൽ പിക്ക് പോലും ഇല്ലാത്ത ഒരു കുഞ്ഞ് ഫോട്ടോ, ഒരു കുഞ്ഞ് അക്കൗണ്ട്. അതൊക്കെ മെസ്സേജ് അയച്ചിട്ട് ആരും കാണുന്നില്ല, കണ്ടവരാരും തിരിച്ച് റീപ്ലൈ തരുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആരൊന്നും റീപ്ലൈ കിട്ടുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ അക്കൗണ്ടുകൾ എടുക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത് ബിഹൈൻഡ് വുഡ്സ് ഐസിലാണ്. ചിലർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ബിഹൈൻഡ് വുഡ്സ് ഐസിലാണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ ബിഹൈൻഡ് വുഡ്സ് ഐസ്, ജാങ്കോ സ്പേസ്, വെറൈറ്റി മീഡിയ, മൈൻഡ് ചെയ്യേണ്ട ഞാൻ കൊതുവിനെ കൊല്ലുന്നതാണ്, അങ്ങനത്തെ കുറച്ച് ചാനലുകളെ ഞാൻ സെറ്റാക്കി. എന്നിട്ട് ഞാൻ മെസ്സേജ് ഇട്ടു, ആരും കാണുന്നില്ല. ഞാൻ ചെയ്ത വേറൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ബിഹൈൻഡ് വുഡ്സിനെ എടുത്തു. പക്ഷേ ബിഹൈൻഡ് വുഡ്സൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റത്തെ, കാരണം അന്നൊക്കെ ഭയങ്കര വലിയ പ്ലാറ്റ്ഫോമാണ്. ബിഹൈൻഡ് വുഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ ചാനലാണ്. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ അത് കേരളത്തിൽ അവർ ക്ലോസ് ചെയ്തു. ഇപ്പോഴും ബിഹൈൻഡ് വുഡ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ജീവിതത്തിൽ ആദ്യമായി ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ബിഹൈൻഡ് വുഡ്സാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ബിഹൈൻഡ് വുഡ്സ് എടുത്തേ. എന്നിട്ട് ഞാൻ ബിഹൈൻഡ് വുഡ്സിനെ ഫോളോ ചെയ്യുന്നവരെ നോക്കി. ബിഹൈൻഡ് വുഡ്സ് ഫോളോ ചെയ്യുന്നവരെ നോക്കിയപ്പോൾ ഫുൾ ആർട്ടിസ്റ്റുകളാണ്, ഭയങ്കര ഫുൾ ആർട്ടിസ്റ്റ്, അങ്ങനത്തെ ആളുകൾ. പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ, ബിഹൈൻഡ് വുഡ്സിൻ്റെ ഫോളോവേഴ്സ് ഇല്ലേ, അവരെ ഞാൻ സെർച്ച് ചെയ്ത് വെച്ചു. കുറച്ച് ആളുകളെ ഞാൻ നോക്കി. അതിൽ വർക്ക്ഡ് അറ്റ് ബിഹൈൻഡ് വുഡ്സ് ഐസ് എന്ന് പറയുന്നവരെ ഞാൻ എടുത്തു വെച്ചു, മാറ്റി വെച്ചു. അതായത് ബിഹൈൻഡ് വുഡ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ മുഴുവൻ ഞാൻ എടുത്തെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അതിൽ പ്രൊഡ്യൂസർ അറ്റ് ബിഹൈൻഡ് വുഡ്സ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ പല കാറ്റഗറികളെ ഞാൻ പലതരം കാറ്റഗറൈസ് ചെയ്ത് വെച്ചു. അതിൽ ഏറ്റവും, അതായത് പ്രൊഡ്യൂസർ അല്ലാതെ നമ്മൾ കുറച്ച്, ഇപ്പം അതിനെങ്ങനെ ഞാൻ പറയാം, അതായത് ഇതല്ലാണ്ട് നമ്മളെ മെസ്സേജൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന നോർമലായിട്ടുള്ള സാധാരണ ആൾക്കാരില്ലേ, അങ്ങനെ ഞാൻ ഒരു ചേട്ടനെ ഞാൻ ആ ചേട്ടൻ്റെ പ്രൊഫൈൽ ലോജിസ്റ്റിക് എന്നായിരുന്നു, ലോജിസ്റ്റിക് അറ്റ് ബിഹൈൻഡ് വുഡ്സ് അങ്ങനെ എന്തോ ആയിരുന്നു. അതായത് എല്ലാം ചെയ്യണം, അവർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം നമ്മുടെ ഷൂട്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അവർക്ക്, എനിക്കറിയാം, അവർക്ക് നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആളാണ്. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. ആ ചേട്ടൻ്റെ പേര് വൈശാഖേട്ടൻ. പുള്ളിയാണ് എൻ്റെ മെസ്സേജിന് ആദ്യമായി റീപ്ലൈ തരുന്നൊരു മനുഷ്യൻ. ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ, എൻ്റെ പേരിങ്ങനെ നൈനിഷ എന്നാണ്, എനിക്ക് യാതൊരുവിധ, എല്ലാവരും പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ, യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല, പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ആങ്കറായാൽ കൊള്ളാമെന്നുണ്ട്, ചേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ, ഞാനിങ്ങനെ ഇവിടെ ബിഹൈൻഡ് വുഡ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെയാണ്, ഞാൻ അവരുടെ അടുത്ത് പറയാം എന്ന് പറഞ്ഞു. കിട്ടിയേ, ഒരാളെങ്കിലും കിട്ടിയിട്ടോ, കോൺടാക്ട് ലിസ്റ്റിൽ ഒരാളെങ്കിലും നമുക്ക് കിട്ടി. ഡയറക്റ്റ് ഞാൻ ബിഹൈൻഡ് വുഡ്സിലേക്ക് അയച്ചാൽ ബിഹൈൻഡ് വുഡ്സ് നോക്കില്ല, പ്രൊഡ്യൂസർക്ക് അയച്ചാൽ പ്രൊഡ്യൂസേഴ്സും നോക്കില്ല. കാരണം അവർക്ക് നിരന്തരം വരുന്നല്ലേ, നമ്മൾ അതൊന്ന് വിട്ടുപിടിക്കണം. നിങ്ങൾ നോട്ട് ദ പോയിന്റ്. ഇനി വരുന്നവരോട് ഞാൻ പറയാം. അങ്ങനെ ഞാൻ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പ്രൊഡ്യൂസറാണ്, എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെയും ഫ്രണ്ട്. നമ്മൾ നോർമലി നമുക്ക് അറിയാമല്ലോ, നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരുമായിട്ടും നമ്മൾ കമ്പനി ആയിരിക്കും. നമുക്ക് പ്രൊഡ്യൂസറായിട്ടും അതിൻ്റെ MD ആയിട്ടും ഒക്കെ നമുക്ക് കണക്ഷൻ ഉണ്ടാവും.
അങ്ങനെ പുള്ളി പറഞ്ഞു ഞാൻ നിൻ്റെ കാര്യം പറയാം, നീ ഇപ്പം എൻ്റെ ഫ്രണ്ടാണല്ലോ, അപ്പോൾ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഒരു അവസരം മീൻസ് തന്നാൽ മതി, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ, പക്ഷെ ഞാൻ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയെ ഞാൻ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തു എന്ന് തന്നെ പറയണം. അങ്ങനെ പുള്ളി എന്നെ അവിടുത്തെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് അഖിലേട്ടനായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നു. ഞാൻ അഖിലേട്ടനടുത്തും പറഞ്ഞു, അഖിലേട്ടനൊന്നും ഞാൻ വിളിച്ചില്ല, ഞാനിങ്ങനെ പറഞ്ഞു സാർ എനിക്കിങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഇതുവരെ ആങ്കർ. അപ്പോൾ എൻ്റെ അടുത്ത് തോന്നുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തയക്കുമോ എന്ന് ചോദിച്ചു. എല്ലാവരും നമ്മൾ ഒഴിവാക്കാൻ പറയുന്ന ആ സെയിം സംഭവം, ആ സെയിം സാധനം. അപ്പോൾ ഞാൻ ഇങ്ങനെ സെൽഫ് നൈനിഷ, എൻ്റെ പേര് നൈനിഷ എന്നാണ്, ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുത്തു. ഞാൻ വാട്സപ്പിൽ ഇട്ടുന്നു, അവർ റീഡ് ചെയ്തോന്ന് എനിക്കറിയില്ല, റീഡ് ചെയ്ത് കാണും. അങ്ങനെ ഞാൻ വീണ്ടും വൈശാഖേട്ടൻ വിളിച്ചു, വൈശാഖേട്ടൻ എന്നെക്കൊണ്ട് കുടുങ്ങിയതായി. ഞാൻ വൈശാഖേട്ടനോട് വൈശാഖേട്ടൻ അവർ എൻ്റെ വീഡിയോക്ക് ഞാൻ അയച്ചു കൊടുത്തു, പക്ഷേ എനിക്ക് ആരും റീപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈശാഖേട്ടൻ എന്ത് ചെയ്തെന്ന് അറിയോ, അങ്ങനെ വൈശാഖേട്ടൻ വീണ്ടും ഞാനിങ്ങനെ വെറുപ്പിക്കില്ലേ, അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഏട്ടാ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കടാ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവർ പ്ലാൻ ചെയ്തതായിരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. ബിഹൈൻഡ് വുഡ്സ് ഒക്കെ പറയുന്നതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ 10ാമത്തെയോ 5ാമത്തെയോ ഓപ്ഷൻ ആട്ടോ, അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നല്ലോ അന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് വരട്ടെ, ഞാൻ വന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ ശല്യം സഹിക്കാൻ വയ്യേണ്ടി ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന ദിവസം വന്നോളൂ, നമുക്ക് സ്ക്രീൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ സ്ക്രീൻ ടെസ്റ്റിൽ എന്നെ പുറത്താക്കാമെന്നുള്ള ഐഡിയ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാനും ഹസ്ബൻഡ് വന്ന് കൊച്ചിയിലേക്ക് ആദ്യമായി പോകുന്നു. അവിടെ പോകുന്നു, ഞാൻ പോയപ്പോൾ ആരുമില്ല, ഈ അഖിലേട്ടനൊന്നുമില്ല, അവരൊക്കെ ഷൂട്ടിന് പോയി. അവിടെ പോയപ്പോൾ വളരെ കുറച്ച് പേര് മാത്രം, ഒരു ക്യാമറാമാനും ഉണ്ട്, അതായത് എന്തോ പറഞ്ഞ് ഏൽപ്പിച്ച് കാണണം. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുട്ടി വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ വിട്ടാളെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നു, സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നു. സ്ക്രീൻ ടെസ്റ്റ് എനിക്ക് ഫസ്റ്റ് തന്നത് മോഹൻലാലിനെ ചെയ്യണം എന്ന്, മോഹൻലാലിനെ ചെയ്യാൻ വേണ്ടി പറയും, അതായത് സാങ്കല്പിക മാത്രമാണ്. ഞാൻ ഒന്നും നോക്കിയില്ല, എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ മോഹൻലാലിനെ അങ്ങോട്ടേക്ക് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ. അങ്ങനെ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. ഇവർ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ ഞാൻ വിളിക്കുമെന്ന് കരുതിയത്, ഞാൻ അവരെ വിളിക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ 2-3 ദിവസം കഴിഞ്ഞു എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സ്ക്രീൻ ടെസ്റ്റ് കണ്ടു, കുഴപ്പമില്ല, ഒരു വ്യത്യസ്തതയൊക്കെ ഉണ്ട് ചെയ്യുന്നതിൽ, നമുക്കൊന്ന് ഒന്നുകൂടി വരൂ, നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അതായത് സംഭവം സീരിയസ് ആവാൻ തുടങ്ങി, ഒന്നും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പോകുന്നു, ഓക്കെ ആവുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും വന്ന വലിയൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം വന്നു, തട്ടമിട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം വന്നു. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് മുസ്ലിം ആങ്കേഴ്സ് തന്നെയാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്, പക്ഷേ തട്ടമിട്ടുകൊണ്ട് ആരും ചെയ്യുന്നില്ലായിരുന്നു. അത് ആരും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഒരു മീഡിയ ഫീൽഡാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, എല്ലാവർക്കും ഓരോരോ സെറ്റ് ഓഫ് റൂൾസാണ്. പ്രത്യേകിച്ച് ഇതൊരു തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പം തട്ടമിട്ടുള്ള മുസ്ലിംസിന് എടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, അങ്ങനത്തെ ഒരുപാട് മുസ്ലിംസ് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ തട്ടമിട്ട് ആരും അങ്ങനെ ലേഡീസ് ആയാലും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ തട്ടം ഒഴിവാക്കണം എന്ന് മാത്രമുള്ളൊരു കണ്ടീഷൻ വന്നു. അപ്പം എനിക്കത് പറ്റില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദീനിൻ്റെ നറുകുടമൊന്നുമല്ല ഞാൻ, അതായത് വളരെ കെട്ടിപ്പൂട്ടി ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എനിക്കിത് വേണം, എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്, ഇതെനിക്ക് വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം വരുന്നു, കാരണം പ്രത്യേകിച്ച് എനിക്ക് ഡിമാൻഡ് ചെയ്യാനൊന്നും അന്ന് പറ്റില്ല, ആദ്യമായിട്ട് നമ്മൾ കയറില്ല, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ തട്ടിടാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അപ്പോൾ അത് കളയണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് സാർ, എനിക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ട് എനിക്ക് വർക്ക് ചെയ്താൽ അതെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം ഓക്കെ, എനിക്ക് അതിൽ പ്രശ്നമൊന്നും തോന്നിയില്ല, കാരണം നമ്മളെപ്പോഴും നമ്മളായിട്ടിരിക്കുന്നതാണല്ലോ നമുക്ക് നല്ലത്. അങ്ങനെ ഞാൻ കരുതി ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയി തന്നെ ഞാൻ കരുതി, കാരണം നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ നമ്മൾ പറയുക അല്ലേ. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, പക്ഷെ അന്ന് തട്ടം ഇടാതെ ഞാൻ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്നും എനിക്ക് തട്ടിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അപ്പോൾ അത് ഓക്കെ പോയി എന്ന് ഞാൻ കരുതി. എനിക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സത്യമായിട്ട് പറയാം, നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് നമ്മളെ കണക്ട് ചെയ്തതല്ലേ, അപ്പോൾ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, മീഡിയ ഫീൽഡിൽ എന്ന് പറയുകയാണെങ്കിൽ തട്ടം ഇട്ടിട്ടൊന്നും ചെയ്യില്ല മോളെ, അതങ്ങനെ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഫീൽഡല്ലേ, നമുക്ക് എല്ലാത്തിനും ഒരു യുണീക്ക് സ്റ്റൈൽ ഉണ്ടല്ലോ. മീഡിയയിൽ അങ്ങനെ ഒരു സ്റ്റൈൽ നമ്മൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. എന്നെക്കാളും മുമ്പേ ഇങ്ങനെ തട്ടിട്ട് ചെയ്യുന്ന ഒരു ആങ്കറൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പക്ഷെ അന്ന് കരുതിയത് എന്നെപ്പോലെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഞാനൊരാൾ ഇതിനൊരു മാറ്റം വെച്ചാൽ പലർക്കും ഇങ്ങനൊരു മാറിക്കൂടെ എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. പിന്നെ പറഞ്ഞാൽ എനിക്കിത് വേണമായിരുന്നു, നിർബന്ധമായിരുന്നു. എനിക്ക് ഇന്ന് വരെ എനിക്ക് നിർബന്ധമാണ്, നാളെയും എനിക്ക് അതന്നെ നിർബന്ധമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാലും അപ്പം നിർബന്ധമായിരുന്നു എനിക്ക്. അങ്ങനെ എന്താ പറയുക, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു, സങ്കടമുണ്ട്, പക്ഷേ കുഴപ്പമില്ല.
ഞാനതൊരു പരീക്ഷണമായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് തന്ന വലിയൊരു പരീക്ഷണമായിരുന്നു പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ വിശ്വസിച്ചു. കാരണം അന്ന് ഞാനത് മാറിയിരുന്നെങ്കിൽ എൻ്റെതായ ആശയങ്ങളാട്ടോ പറയുന്നത്. എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. എൻ്റെ ഒരു ഇത് പറയുകയാണ്, അതെല്ലാവർക്കും ശരിയാവണമെന്നില്ല. ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഞാനിത് വിട്ടെന്ന് പറയുകയാണെങ്കിൽ ബിഹൈൻഡ് വുഡ്സ് വിട്ട് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും കാണാമെന്നുള്ളതിൽ ഞാൻ ബിസിയായി. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വരുന്നു. എന്നുവെച്ചാൽ ബിഹൈൻഡ് വുഡ്സ് തന്നെയാണ്. എന്നുവെച്ചാൽ വരൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്കിങ്ങനെ തട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, വരൂ, നമുക്ക് ഒരു വീഡിയോ എടുത്ത് നോക്കാം, ആളുകളൊന്നും പ്രശ്നമാക്കുന്നില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് അവിടെ പോകുന്നു. അവിടെ ഞാൻ എൻ്റെ മോനെയൊക്കെ കൊണ്ട് ഞാൻ ഫ്ലാറ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അതായത് അവിടെ ഫ്ലാറ്റ് എടുത്തു, ഞാൻ റെൻറ്റിനെടുത്തു കുറേ. അതായത് പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ ഒരുപാട് വെല്ലുവിളികൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് മാറ്റാൻ പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി, തട്ടം മാറ്റണമെന്ന് പറഞ്ഞ എൻ്റെ ഐഡൻറ്റിറ്റി തട്ടമിട്ട ആങ്കർ എന്നായി. എൻ്റെ പേര് അത്രയ്ക്ക് സ്ട്രൈക്ക് ചെയ്യുന്നൊരു പേരല്ല, നൈനിഷ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല. അപ്പം എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ തട്ടമിട്ട് ചെയ്യുന്ന ആങ്കർ, തട്ടമിട്ട് ചെയ്യുന്ന കുട്ടി എന്നുള്ളതായി. പിന്നെ ഞാൻ വന്ന വഴികൾ അവിടെയൊക്കെ ഞാൻ കുറേ അധികം നമുക്കൊരാളടുത്ത് നമ്മൾ എത്തിക്കുക ഒക്കെ ഭയങ്കര റിസ്ക്കാണ് ശരിക്കും. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് നല്ല പലതരം സന്ദർഭങ്ങളിലൂടെ. അതായത് മോശമായിട്ടുള്ളൊരു സന്ദർഭമല്ല കേട്ടോ. എൻ്റെ ഇത് പല ആംഗിൾസും പറയാറുണ്ട്, അങ്ങനത്തെ അനുഭവം ഉണ്ടായി, ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി, മോശമായി പെരുമാറി. പക്ഷേ ഇന്ന് വരെ ഈ ഇരിക്കുന്ന ടൈം വരെ എനിക്ക് മോശമായിട്ടുള്ളൊരു അനുഭവം ഈ ഒരു ഫീൽഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഇന്ന് വരെ മോശമായിട്ടുള്ളൊരു അനുഭവം പോലും ഇന്ന് വരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അത് ഈ ഫീൽഡ് വളരെ സേഫാണെന്നോ വളരെ മോശമാണെന്നോ ഞാൻ പറയുന്നില്ല. എൻ്റെ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഈ ഫീൽഡിലുള്ളൂ. ആ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പലതരം അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് വരെ പഠിച്ചോ സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് വരുന്നല്ലേ ഈ ഫീൽഡിലേക്ക്, നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഫ്രഷേഴ്സൊക്കെ നമുക്കറിയാമല്ലോ, ഒരു കമ്പനിയിൽ ആദ്യമായി വർക്ക് ചെയ്യുമ്പോൾ അവർ തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. നമ്മളിപ്പോൾ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു കോളേജിലേക്ക് ഒരു ജൂനിയറായിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ പലതരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വരുമല്ലോ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഷൂട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ട് മാറ്റി ഒരുങ്ങി ഞാൻ മേക്കപ്പ് ഇട്ട് ഇരുന്ന സമയത്ത് എന്നെ മാറ്റി വേറെ ആങ്കർ വെച്ചെടുത്ത അവസ്ഥ. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്കൊരു വാല്യൂ കുറേ സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കോമണാണ്. അതൊക്കെ കോമൺ എന്ന് വെച്ചാൽ പല ജോലി ഇവിടെ മാത്രമല്ല, പലയിടത്തും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. നമ്മളൊന്നും അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം പലരും നമ്മളെ തലയിൽ കയറും, നമ്മൾ ചീത്ത പറയും. അങ്ങനത്തെ പല സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്, എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് വഴി തെറ്റി ഒരു ഇൻ്റർവ്യൂ എൻ്റെ. ഞാൻ അന്നൊക്കെ ഇത് പറയുകയാണെങ്കിൽ ഇതിന് തീരൂല കേട്ടോ, അത്രയുണ്ട് എനിക്ക് പറയാൻ. അന്ന് എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് അവർ ആങ്കറിങ്, അതായത് നല്ല ഇൻ്റർവ്യൂസ് ഒന്നും തന്നില്ല. അന്ന് നമുക്ക് 2 വിഭാഗം ഉണ്ടായിരുന്നു, ബിഹൈൻഡ് വുഡ്സ് ഇങ്കും ബിഹൈൻഡ് വുഡ്സ് ഐസും. അവിടെയെന്ന് വെച്ചാൽ നമ്മൾ ബിഹൈൻഡ് വുഡ്സ് ഇങ്ക് എന്ന് പറയുകയാണെങ്കിൽ അവരെന്നെ അതിലിട്ടു. എക്സ്പീരിയൻസ് ഇല്ലല്ലോ, എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് ദൂരം പോകണം. എന്നിട്ട് ഓരോ ആളുകളുണ്ടാവുമല്ലോ, അതായത് വൈറലായിട്ടുള്ള സാധാരണക്കാർ, അതായത് സെലിബ്രിറ്റീസ് അല്ലാത്ത, ഇതൊക്കെ എങ്ങനത്തെ രീതിയിൽ നിങ്ങളടുത്ത് എത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുകയാണ്. സാധാരണ മനുഷ്യന്മാരിലേക്ക് അവരിൽ വൈറലായിട്ടുള്ള കണ്ടൻറ്റ് എടുക്കാനായിരുന്നു എങ്കിൽ എൻ്റെ പണി. അങ്ങനെ നമ്മൾ ആ ഒരു സമയത്തെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദൂരം, ഒന്നെങ്കിൽ നമുക്ക് കാസർഗോഡായിരിക്കും, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മളിങ്ങനെ അലയുക, ഫുഡില്ല, അതായത് പ്രോപ്പർ ടൈം നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഈ ഒരു കാരണം ആളുകളൊക്കെ ആവുന്ന ടൈം നമ്മൾ എടുക്കുക എന്നുള്ളൂ. ഫുഡില്ല, പിന്നെ പൈസ എന്ന് പറയുന്നതൊന്നും അന്ന് എനിക്ക് കാര്യമായി കിട്ടിയിരുന്നില്ല. അത് വേറൊരു സത്യമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ കുറേ പൈസ എടുത്തിട്ടാണ് ഞാൻ റെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നിപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതിലെത്താൻ പറ്റിയത്. അതൊന്നും എനിക്ക് സങ്കടമില്ല കേട്ടോ, അതൊന്നും എനിക്ക് നല്ലതായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് സെലിബ്രിറ്റീസിനൊന്നും തരുന്നില്ല കേട്ടോ ഫസ്റ്റ് ആയതുകൊണ്ട്. ഇങ്ങനെ അലച്ചിൽ തന്നെ കുറേ കഷ്ടപ്പാട്, കുറേ ഇങ്ങനെ അലയും. എന്നാലും നമ്മുടെ ആഗ്രഹമല്ലേ. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു ആ ടൈമിൽ, ഞാൻ മോനെ ഫീഡ് ചെയ്യുന്ന ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ ദൂരെ യാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞൊക്കെ പോവാം, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത് ആലോചിച്ചിട്ട്. ചില സമയം ഞാൻ നിർത്തി പോരാമെന്ന് കരുതി. പക്ഷേ അന്ന് എനിക്ക് എൻ്റെ ഫാമിലി കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത്ര എത്തിയില്ലേ, നീ നിൽക്ക് എന്നുള്ള രീതിയിൽ നിന്നു. അതേ പറഞ്ഞാൽ കുറേ അനുഭവിച്ചു. എന്താ പറയുക, ആർക്കും ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ നമ്മളൊക്കെ തരും, നമ്മൾ ചെയ്തോളണം, സ്വാഭാവികം അല്ലേ. അങ്ങനെ പക്ഷെ എന്നാലും നമുക്കൊരു ടൈം വരും എന്ന് പറയാറില്ലേ, അതേപോലെ എനിക്കൊരു ടൈം വന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് ധ്യാനിച്ചൊരു ഇൻ്റർവ്യൂ എടുക്കാൻ, ജീവിതത്തിൽ ആദ്യമായി ഞാൻ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ കാണാൻ പോകുന്ന ഒരു സെലിബ്രിറ്റി. അങ്ങനെ ഞാൻ ധ്യാൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നു. അത് പൊളിഞ്ഞ് പണ്ടാരം അടങ്ങുന്നു. എനിക്ക് നല്ല ചീത്ത വെക്കുന്നു, അത് അപ്പ് ചെയ്യാതിരിക്കുന്നു.
ഞാൻ വിചാരിച്ചു പണി പോയി. അതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമുക്ക് എത്ര ഗസ്റ്റ് മാറിയാലും നമുക്കത് എടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയി. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എന്നോട് പറഞ്ഞത് ധ്യാനും ഡെയിനും വരുന്നായിരുന്നു. പക്ഷെ വന്നത് ധ്യാനും ഷീലു എബ്രഹാം അവരും. എനിക്കൊന്നും ചെയ്യാൻ അറിയുന്നില്ല, ഒന്നും പറയാൻ അറിയില്ല. പിന്നെ ധ്യാനല്ലേ, നമുക്ക് അറിയില്ല എന്ന് കണ്ടാൽ നമ്മളെ പിടിച്ച് അടിക്കും, നമ്മളെ പിടിച്ച് ഉരുട്ടും. അങ്ങനെ ഇൻ്റർവ്യൂ പൊളിഞ്ഞ് അത് അപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. കാരണം അപ്പ് ചെയ്താൽ വല്ല പ്രശ്നം വരും. അന്ന് എന്തൊക്കെയോ ആളുകൾ വെറുതെ അവരൊന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൽ അത് അപ്പ് ചെയ്തതിനാൽ അങ്ങനത്തെ പ്രശ്നം വരും, ഇങ്ങനത്തെ പ്രശ്നം വരും. എനിക്ക് മനസ്സിലായില്ല എന്ത് പ്രശ്നമാണ് വരിക. ഈവൻ ഫാമിലി ലൈഫിനെ വരെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു. അതിന് മാത്രം എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മോളിൽ നിന്ന് നമുക്ക് ഓർഡർ വരുന്നു. ധ്യാൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് നന്നായിട്ട് ഓടുന്നതാണ്, നല്ല റീച്ച് ഉള്ളതാണ്, ചാനലിൽ നല്ല റെമ്യൂണറേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് അപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ആങ്കറിന് ഇങ്ങനെ ഇഷ്യൂ വരുമെന്ന് പറയുന്നു. അവർ പറഞ്ഞു അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. മേലെ ഓർഡർ എന്നോട് ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു അപ്പ് ചെയ്യൂ, എന്തായാലും ഇതോടുകൂടി തീരും, ഇവരൊക്കെ പറഞ്ഞ അനുസരിച്ച് ഇതോടുകൂടി എന്തായാലും തീരും. അപ്പം കിടക്കട്ടെ, ധ്യാൻ്റെ ഇൻ്റർവ്യൂ ചെയ്തെന്നൊക്കെ പറയാമെന്ന് കരുതി ഞാനും വിചാരിച്ച് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇങ്ങനെ അവർ പറയുന്നുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു നീ അപ്പ് ചെയ്യാൻ പറയും, ബാക്കി വരുന്നോട്ട് ചെയ്യണം. അത് അപ്പ് ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് ഭയങ്കര, അതായത് ആളുകൾക്കൊരു ഒന്നും അറിയാത്തൊരു കുട്ടി ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ട് തന്നെ ആളുകൾ അത് ഏറ്റെടുത്തു. അത് ഭയങ്കരമായിട്ട് വൈറലായി. ഓക്കെ ആയി, നമ്മൾ പ്രതീക്ഷ പോലെയല്ല, വേറെ രീതിയിലേക്ക് പോയി. അങ്ങനെ എനിക്ക് എന്തോ എവിടെയോ ഒരു പ്രതീക്ഷ വന്നു തുടങ്ങി, ചാനലിലും പ്രതീക്ഷ വന്നു തുടങ്ങി. അതിനുശേഷമാണ് ബൈജോട്ടൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. മൈ ഫേവറേറ്റ് പേഴ്സൺ, എൻ്റെ എന്തും സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബൈജോട്ടൻ. ബൈജോട്ടൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുന്നു. അതങ്ങ് വൈറലായി, ഭയങ്കര അടിപൊളിയായിട്ട് അത് കയറി, അത് നല്ല രീതിയിലായി. പ്രതീക്ഷിക്കാത്തൊരു സ്പേസ് എനിക്ക് തുറന്നു വന്നു ചാനലിന്. ഞാൻ ഓക്കെ, കാരണം അന്നത്തെ എൻ്റെ ഇൻ്റർവ്യൂവിനായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത്. അങ്ങനെ അവിടുത്തെ ഹെഡ് വിളിക്കുന്നു. എൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും അവർ പറഞ്ഞില്ല. ഞാൻ അവിടുത്തെ ഗ്രൂപ്പിലൊന്നും ഇല്ലായിരുന്നു, ഒഫീഷ്യൽ ഗ്രൂപ്പ്, അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ കേട്ടോ. എല്ലാവരും ഒഫീഷ്യലായിട്ട് ഓരോ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, ഞാൻ ഒഫീഷ്യലായിട്ട് ഗ്രൂപ്പിലൊന്നുമില്ല. പിന്നെ ഞാൻ ഓഫീസിൽ പോയിരിക്കുമ്പം ചില ആളുകൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, എന്തിനാ കൊച്ചു വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമ്മൾ ഓഫീസിൻ്റെ ആരും ഇല്ലായിരുന്നു. അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ ഇരിക്കേണ്ടെന്ന് പറഞ്ഞവർ വരെ ഉണ്ടായിട്ടുണ്ട്. പോട്ടെ, അതൊക്കെ പോട്ടെ. അങ്ങനെ അവിടുത്തെ, അതായത് ഞങ്ങളുടെ MD പുള്ളി പറഞ്ഞു ഇപ്പം കഴിഞ്ഞ ഇൻ്റർവ്യൂസിൽ ഏറ്റവും കൂടുതൽ റിട്ടൻഷൻ ഉള്ളത് ഇപ്പോൾ എടുത്ത ഈ ഒരു ഇൻ്റർവ്യൂവിലാണ്, ബൈജുൻ്റെ ഇൻ്റർവ്യൂവിലാണ്. ആ ആങ്കർ, എൻ്റെ പേരൊന്നും അറിയുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായി, ഒരു ആങ്കറായി. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രൊമോഷൻസ് ഇൻ്റർവ്യൂസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആളുകളിലേക്ക് ഞാൻ അറിയപ്പെട്ട് വരുന്നു. അങ്ങനെ ഒരു ഏകദേശം സെറ്റായി. പിന്നെ എനിക്ക് ഒരു വർഷത്തോളം ഞാൻ വീണ്ടും ബ്രേക്ക് എടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും, സാധാരണ ആങ്കേഴ്സ് കുട്ടികളെ പോലെയല്ല, നിങ്ങൾക്കൊന്നും നോക്കാമല്ലോ, എനിക്കിങ്ങനെ കെട്ടിയൊരു കുട്ടി, കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ എൻ്റെ മോന് സ്കൂളിൽ ചേർത്തേണ്ട സമയമായി. ആ ഒരു ടൈം മോനെ സ്കൂളിലൊക്കെ ചേർത്താൻ ആയപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തു, കാരണം നമ്മളവിടെ വേണമെന്നായി. അങ്ങനെ ഞാൻ വീണ്ടും ബ്രേക്ക് എടുക്കുന്നു. എനിക്ക് പിന്നെ വീണ്ടും എൻ്റെ കരിയറൊക്കെ നശിച്ചു, പണ്ടാരം മടങ്ങിയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് വെറൈറ്റി മീഡിയ ഓഫർ വരുന്നത്. പിന്നെ ഞാൻ വെറൈറ്റി മീഡിയയിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കരിയർ. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ദൃഢമാണെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കും. അത് എന്തിനായിക്കോട്ടെ. നിങ്ങൾക്കിപ്പോൾ ആങ്കർ ആവണോ, സിനിമയിൽ അഭിനയിക്കണോ, ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും നിങ്ങളെ വിശ്വസിക്കുക. പലതും പറയും, അയ്യോ അവളെ പോയിട്ട് എന്ത് ചെയ്യാനാ, അവൾക്ക് അത് പറ്റില്ല, അവളത് ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ അവളെ കൊണ്ട് അതൊക്കെ പറ്റുമോ, അങ്ങനെ പലരും ചോദിക്കില്ലേ. ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക. നിങ്ങളെ വിശ്വസിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ, അവരുടെ ഫാമിലി, പേഴ്സണൽ, അവരുടെ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവ്, കുട്ടികളാണെങ്കിൽ അച്ഛനമ്മ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എത്ര നമ്മൾ വിചാരിച്ചാലും നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്യാണ്ടാകുന്ന നമുക്ക് ഒന്നുകൂടി മൈലേജ് കൂട്ടും. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് ഇതിന് ട്രൈ ചെയ്യുന്നത് വെച്ചാൽ, അമ്മായിയച്ഛനും അങ്ങനത്തെ ടീംസൊക്കെ പോട്ടെ, ഫാമിലിയൊക്കെ പോട്ടെ, പക്ഷെ ഭർത്താവ്, നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തിരിക്കണം. ഇനി ഭർത്താവാണ് പോകുന്നതെന്ന് വെച്ചാൽ ഭാര്യയായ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കണം. മക്കളാണെങ്കിൽ അച്ഛനമ്മയിൽ രണ്ടാളും സപ്പോർട്ട് ചെയ്താൽ നല്ലത്, ഒരാളെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയല്ലെങ്കിലും നിങ്ങളെത്തും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണും വരയ്ക്കും. ബൈ.